നമസ്കാരം. കൈപ്പേശ്ശേരി ഗോവിന്ദമ്പുരി. തുളസി എന്ന് പറയുന്ന ചെടിയുടെ മാഹാത്മ്യം, ദേവതാ പരിവേഷത്തെക്കുറിച്ച് നമ്മൾ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും ഈ ചില കാര്യങ്ങൾ നമ്മൾ എത്ര പറഞ്ഞാലും തീരില്ല. ഇത് പറയാനുള്ള ഈ കഥയുടെ അല്ലെങ്കിൽ ഇത് പറയാനുള്ളൊരു എനിക്ക് പ്രചോദനം കിട്ടിയത് ഞാൻ കഴിഞ്ഞ ദിവസം രാവിലെ ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ കൂടെ ഇരുന്ന ഒരു കത്തോലിക്ക യുവാവിൻ്റെ ചെവിയുടെ പുറകിൽ തുളസിയുണ്ട്. പക്ഷെ ഞാൻ കണ്ടില്ല. എൻ്റെ കൂടെ ഇരുന്ന ആൾ പറഞ്ഞു, "ഇതെന്താ രാവിലെ നീ പൂജയൊക്കെ കഴിഞ്ഞ് തുളസിപ്പൂവൊക്കെ ചൂടിയാണോ വന്നതെന്ന്" കളിയാക്കി ചോദിച്ചു. അപ്പം ഞാനിപ്പോൾ അപ്പുറത്തെ സൈറ്റിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, "ഏറ്റവും നല്ല രോഗപ്രതിരോധ ശേഷിക്ക് തുളസി നല്ലതാണ് എന്ന് ശാസ്ത്രം അംഗീകരിച്ചു. അതുകൊണ്ടാണ്" എന്ന് പറഞ്ഞു. ചാടി എന്നിട്ട് "ഇത് ചെമ്പരത്തിപ്പൂവൊന്നുമല്ലല്ലോ തുളസിയല്ലേ" എന്ന് ഒരു തമാശയും പറഞ്ഞു. അപ്പം ഞാനതങ്ങനെ കേൾക്കുവാണ്. അപ്പം അദ്ദേഹം പറഞ്ഞത് ഒരു ഹിന്ദു ശാസ്ത്രശാഖകളും ഹിന്ദുവിൻ്റെ ഒരു മിത്തോളജിയും നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ ഒരു കാരണങ്ങളും അറിയില്ലാത്ത ഒരാളാണത് പറഞ്ഞത്. അദ്ദേഹം എവിടെയോ വായിച്ച ഒരു കഥയാണ്. ഒരു തുളസി കതിർ അല്ലെങ്കിൽ തുളസി ഇല നമ്മുടെ ചെവിയിൽ ചൂടുന്നതിനെക്കുറിച്ച്. ശരിക്കും ചെവിയുടെ പുറകുഭാഗത്ത് എല്ലാ ഗന്ധങ്ങളെയും ആഗിരണം ചെയ്യാൻ പറ്റിയ ഒരു ഗ്രന്ഥിയുണ്ട് എന്ന് ശാസ്ത്രം തെളിയിച്ചിട്ടുണ്ട്. തുളസി എന്ന് പറയുന്ന ചെടി ആയുർവേദത്തിലാണെങ്കിലും നമ്മൾ പറയുമ്പോഴായാലും ചെയ്യാം, വളരെ രോഗപ്രതിരോധ ശേഷിയുള്ള വളരെ അമൂല്യമായി നിൽക്കുന്ന ഒരു ചെടിയാണ്. വളരെ ഞാനിതിൻ്റെ ഈ ശാസ്ത്രീയ വശമാണ് പറയണേ. രോഗപ്രതിരോധ ശേഷിക്ക് എല്ലാ ദിവസവും തലയിൽ തുളസിപ്പൂ ചൂടുന്ന ആൾക്കാരെ, പെൺകുട്ടികളെ പണ്ടൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇപ്പം ആരെയും കാണാറില്ല. അങ്ങനെ തുളസി ചൂടിയിരുന്ന ആൾക്കാർക്ക് പഴയ കാലത്ത് അധികം മുടിപൊഴിച്ചലോ മറ്റ് താരൻ്റെ ഉപദ്രവങ്ങളോ ഒന്നും കൂടുതലായി വന്നിരുന്നില്ല. അവർക്കൊക്കെ മുടി ധാരാളം ഉണ്ടാവാറുണ്ട്. അത് മാറി പുതിയ പുതിയ കാലത്തിലേക്ക് മാറിയപ്പോഴാണ് ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത്. അപ്പോൾ തുളസി എന്ന് പറയുന്നത് അമൂല്യമായ ഒരു പ്രതിരോധശേഷിയുള്ള, ആയുർവേദത്തിൽ പ്രത്യേകം പറയുന്ന ഏറ്റവും നല്ല ഒരു ചെടിയാണ്. കാരണം ഏത് രോഗങ്ങളെയും നമ്മളിൽ നിന്ന് മാറ്റി എല്ലാ രോഗങ്ങളെയും അകറ്റി നിർത്തി നമ്മുടെ ജീവിതത്തിൽ അന്നത്തെ ദിവസം നമുക്കൊരു പോസിറ്റീവായ നല്ല മനസ്സും നല്ല ആരോഗ്യാവസ്ഥയും മടിയില്ലാതെ ചടുലമായി ജീവിക്കാൻ പറ്റുന്നൊരു ദിവസത്തെ പ്രദാനം ചെയ്യുന്നതാണ് തുളസിച്ചെടി. ഇനി അതിൻ്റെ തുളസിയുടെ ആവിർഭാവത്തെക്കുറിച്ച് പറഞ്ഞാൽ, നമ്മളതിനെ ദൈവികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, മഹാലക്ഷ്മിയുടെ പൂർണ്ണമായ സാന്നിധ്യം ഉൾക്കൊള്ളുന്ന ഏത് സാധനം വെച്ചാൽ തുളസി ഇലയാണ്. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണമായ അനുഗ്രഹം കിട്ടിയ ഒരു ചെടി ഏതാണെന്ന് വെച്ചാൽ അത് തുളസി ഇലയാണ്. മഹാവിഷ്ണുവിനും ദേവന്മാർക്കും ഏറ്റവും ഇഷ്ടമുള്ള പൂവ് ഏതെന്ന് വെച്ചാൽ അത് തുളസി ഇലയാണ്. ഏറ്റവും കൂടുതൽ പൂജയ്ക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഏറ്റവും ദിവ്യമായ പൂവ് ഏതാണെന്ന് വെച്ചാൽ അത് തുളസി ഇലയാണ്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിലെ ഇത്രയും പരിവേഷം അതിനുള്ളത് കൊണ്ട് തന്നെ, ആയുർവേദത്തിൽ അതിനെക്കുറിച്ച് ഇത്രയും വ്യക്തമായി പറയുന്നത് കൊണ്ട് തന്നെ, ഏറ്റവും നല്ല രോഗപ്രതിരോധ ശേഷി പറയുന്നത് കൊണ്ട് തന്നെ അത് ദേവന്മാർക്കും ഏറ്റവും പ്രിയപ്പെട്ടാണ്. അപ്പോൾ ദേവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടായി നിൽക്കുന്ന ആ സാധനം ആയുർവേദപരമായിട്ടും ആരോഗ്യശാസ്ത്രത്തിലും വളരെ കേമത്തമാണ്. ഭഗവത് സ്വരൂപത്തിൽ വിശ്വാസത്തിൻ്റെ പാതയിൽ നോക്കിക്കഴിഞ്ഞാൽ പൂർണ്ണമായി നിൽക്കുന്ന ലക്ഷ്മി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഏറ്റവും അനുഗ്രഹകല നിറഞ്ഞു നിൽക്കണം തുളസിച്ചെടി. ആ തുളസി ഇല നമ്മുടെ ചെവിക്ക് പിന്നിലോ നമ്മുടെ തലയിലോ അല്ലെങ്കിൽ നമ്മുടെ മുടിയിലോ എവിടെയെങ്കിലും നമ്മളത് പൂവായിട്ട് അലങ്കാരമായി വെച്ച് കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ കടാക്ഷമാണ്, ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമാണ്. നഖം കൊണ്ട് പൂവെറുക്കരുത് എന്നൊരു പ്രമാണം കൂടെയുണ്ട്. നഖം കൊണ്ടെറുത്താൽ മഹാവിഷ്ണുവിന് വേദനിക്കുന്നവരാണ്. പൂവിങ്ങനെ ഒടിച്ചൊടിച്ചെടുക്കാവുള്ളൂ എന്ന് പറയാറുണ്ട്. തുളസിയെക്കുറിച്ച് പറയണതാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാലക്ഷ്മി സങ്കല്പത്തിലെ മഹാലക്ഷ്മിയുടെ പൂർണ്ണമായ, ലക്ഷ്മി ദേവിയുടെ പൂർണ്ണമായ അനുഗ്രഹം അല്ലെ പൂർണ്ണമായി ചൈതന്യം ഉൾക്കൊള്ളുന്ന ആ പൂവ് നമ്മുടെ ഈ ചെവിയുടെ പിന്നിലോ തലയിലോ ചൂടുമ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും പൂർണ്ണമായി ശ്രീത്വത്തിലേക്ക് എത്തുന്നു.
ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് അതെല്ലാം വിജയിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം കൊണ്ട് അത് പൂർണ്ണതയിലെത്തുന്നു. അന്നത്തെ ദിവസം ശുഭകരമാക്കാൻ ഈ കാര്യം വളരെ ഗംഭീരാണ്. കാരണം തുളസി നിൽക്കുന്ന ചെടിയുടെ ഭാഗത്ത് ഭൂതപ്രേത പിശാച യക്ഷഗന്ധർവ രാക്ഷസ ഇതൊന്നും വരില്ല എന്നാണ് പറയണേ. മനസ്സിലാവുന്നുണ്ടോ? തുളസി ഒരു മുറ്റത്ത് കുഴിച്ചിട്ടാൽ പോലും ഭൂത പ്രേത പിശാച ഇതൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം ഇതൊക്കെ ഉണ്ടോ തിരുമേനി എന്ന് ചോദിച്ചാൽ, ഞാൻ കണ്ടിട്ടുള്ളതല്ല, പ്രമാണങ്ങളാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായി നിൽക്കുന്ന എനർജികളുണ്ടെങ്കിൽ, ശത്രുബാധകളുണ്ടെങ്കിൽ, സ്ഥലദോഷങ്ങളുണ്ടെങ്കിൽ, ബാധാവേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഒറ്റ തുളസി ചെടിയിൽ വിദൂരതയിലേക്ക് പോകുന്നു. ആ ഒരു തുളസിയുടെ ചെടി കൊണ്ട്, അതിൻ്റെ അനുഗ്രഹ കല കൊണ്ട് ആ ഭൂപ്രദേശത്തെ മുഴുവൻ സംരക്ഷിക്കാൻ പറ്റുന്നു. ആ തുളസി ചെടിയുടെ ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ അനുഗ്രഹകല, ആരോഗ്യപരമായ അനുഗ്രഹകലയും ആ കുടുംബത്തുള്ളവർക്ക് ലഭിക്കുന്നു. അതിൽ നിന്ന് വരുന്ന തുളസിച്ചെടിയിൽ നിന്ന് നിർഗമിക്കുന്ന വായു പോലും, അതിലൂടെ തഴുകി വരുന്ന വായു പോലും പ്രതിരോധ ശേഷി ഉണ്ടാക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഹിന്ദു ഭവനങ്ങളും ഒരു തുളസിത്തറയും ഉണ്ടാക്കിയിരിക്കുന്നത്. അത് തുളസിത്തറ 2 കാരണങ്ങൾക്കാണ്. ഒന്ന്, ആ തുളസിത്തറയിൽ ഒരു വിളക്ക് വെച്ചാൽ മഹാലക്ഷ്മിക്ക് വിളക്ക് വെക്കണ പോലെയാണ്. അത് ലക്ഷ്മി സാന്നിധ്യത്തിന്, ലക്ഷ്മിയുടെ പ്രതിഷ്ഠയ്ക്ക് മുമ്പ് വിളക്ക്, ലക്ഷ്മി പ്രതിഷ്ഠയായിട്ട് തന്നെ തുളസിയെ നമുക്ക്, അതുകൊണ്ടല്ല തുളസിപ്പൂ നമ്മൾ ചവിട്ടാറില്ല, തുളസിയെ നമ്മൾ ഹോമത്തിന് ഉപയോഗിച്ച് അഗ്നിയിൽ വീഴിക്കാറില്ല, കത്തിക്കാറില്ല, ഇതൊന്നും ചെയ്യാറില്ല. അപ്പോൾ ആ തുളസിയില ഏറ്റവും വലിയ മരുന്നും കൂടിയാണ്, ഏറ്റവും വലിയ ഐശ്വര്യപ്രദവുമാണ്. ആ പൂർണ്ണമായ ലക്ഷ്മി ദേവിയുടെ കുടികൊള്ളുന്ന, അനുഗ്രഹം കുടികൊള്ളുന്ന, ലക്ഷ്മി ദേവി തന്നെയായി സങ്കല്പിക്കുന്ന അത് കുടുംബത്ത് വെച്ചാൽ പൂർണ്ണ ലക്ഷ്മി സാന്നിധ്യം കുടുംബത്ത് വരുന്നു, പൂർണ്ണ ലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടുന്നു. ആ ലക്ഷ്മിക്ക് വിളക്ക് വയ്ക്കുമ്പോൾ പൂർണ്ണമായ സമ്പൽ സമൃദ്ധി കിട്ടുന്നു. അതുപോലെ തന്നെ അതിഗംഭീരമായി നിൽക്കുന്ന രോഗപ്രതിരോധ ശേഷിയും വരുന്നു. നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ഈ ശാസ്ത്രശാഖകളായി നിൽക്കുന്ന, അപൂർവമായി നിൽക്കുന്ന ഈ ചെടികളെല്ലാം എല്ലാം ദിവ്യമായ, കൂവളത്തിലെടുത്താലും ദിവ്യമായ മരുന്നാണ്, തുളസിയിലയും ദിവ്യ മരുന്നാണ്, മുക്കൂറ്റി ദിവ്യമായ മരുന്നാണ്, കറുകപ്പുല്ല് ദിവ്യമായ മരുന്നാണ്. ഇതെല്ലാം നമ്മുടെ ദേവന്മാർക്ക് പ്രിയപ്പെട്ടതായത് എന്തുകൊണ്ടാണ്? ഇത് മരുന്നുമാണ്, പൂജയുമാണ്. അപ്പോൾ ഈ ചെടികളെല്ലാം മരുന്നും കൂടെയാണ്. നമ്മൾ അനുവർത്തിക്കാത്ത കാര്യങ്ങൾ, നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ABCD പോലും അറിയാത്ത ഒരാൾ ശാസ്ത്രത്തിൻ്റെ പേരിൽ അനുവർത്തിച്ച് അവർക്ക് ലക്ഷ്മിയുടെ കടാക്ഷവും ലഭിക്കുന്നു. ആര് ചൂടിയാലും ഭഗവതിക്ക് പ്രശ്നമൊന്നുമില്ല, ഭഗവതിയുടെ അനുഗ്രഹം കിട്ടും. നമ്മളെന്താ ചെയ്യാറ്? നമ്മൾ അത്രയ്ക്ക് അതിനെ വളരെ ഡീപ്പായിട്ട് അതിലേക്ക് ഇറങ്ങിച്ചെല്ലാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് തുളസിപ്പൂ ചൂടുന്നതിനെക്കുറിച്ചാണ് പറയുന്നത്. തുളസിപ്പൂ ചൂടുന്നത്, തുളസിപ്പൂ നമ്മൾ ദർശിക്കുന്നത്, തുളസിയുടെ ഗന്ധമേൽക്കുന്നത്, തുളസിയുടെ സ്പർശനമുണ്ടാകുന്നത് 2 രീതിയിലും ഈശ്വരീയമായിട്ട് അതിഗംഭീരമാണ്, ഭഗവതിയുടെ അനുഗ്രഹമാണ്. അന്നത്തെ ദിവസം പൂർണ്ണമായി ഒരു ദിവസത്തിൻ്റെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെ പൂർണ്ണമായി നിൽക്കുന്ന ഐശ്വര്യത്തിലേക്ക് എത്തിക്കാൻ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉൾക്കൊള്ളുന്ന ഈ തുളസിപ്പൂ ചൂടുന്നത് കൊണ്ട് സാധിക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്ക് അതിശക്തമായി നിൽക്കുന്ന മരുന്നായതിനാൽ വളരെ ശക്തമായ ആരോഗ്യം ഉണ്ടാക്കാനും സാധിക്കും. അപ്പം നമ്മൾ വിശ്വാസത്തിൻ്റെ പാതയിൽ നമ്മുടെ അനുഗ്രഹത്തിന് ഒരു ദിവസം കിട്ടാനായിട്ട്, ഐശ്വര്യത്തിൻ്റെ ഒരു ദിവസം കിട്ടാനായിട്ട്, നന്മയുടെ ഒരു ദിവസം കിട്ടാനായിട്ട്, ശ്രേഷ്ഠതയുടെ ഒരു ദിവസം കിട്ടാനായിട്ട്, സമ്പൽ സമൃദ്ധിയുടെ ഒരു ദിവസം കിട്ടാനായിട്ട് തുളസിപ്പൂ ചൂടുന്നത് അതിഗംഭീരാണ്, അതികേമത്താണ്, ഐശ്വര്യപ്രദമാണ്. ശ്രദ്ധിക്കുക, നഖം കൊണ്ട് ഇറുക്കാതിരിക്കുക, കതിരുകൾ ചൂടാതിരിക്കുക. തുളസിയുടെ ഇല തന്നെയാണ് പൂവായിട്ട് സങ്കല്പിക്കണേ. അത് പൂർണ്ണ ലക്ഷ്മി ഭാവമാണ്. ആ ഭാവം നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാവും. പൂ ചൂടുന്നത് നല്ലതാണ്, അനുഗ്രഹപ്രദമാണ്, ഗുണകരമാണ്. അത് ശ്രദ്ധിച്ചോളൂ, ശീലിച്ചോളൂ, നന്മയാണ്. നമസ്കാരം.